നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ ഈ ബ്ലൂ കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ സ്ക്രീനിലേക്ക് പോകുന്നതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ബയോസൈസ് എറർ ആവുന്നതാണ്. അങ്ങനെ എറർ ആയി കഴിഞ്ഞാൽ ഇതിലുള്ള ഒരു മെയിൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോസൈസ് റീപ്രോഗ്രാം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ ഐ സി എങ്ങനെയാണ് റീപ്രോഗ്രാം ചെയ്യുക എന്നുള്ളത് ഞാൻ സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. നമ്മുടെ ബയോസ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി RT809 എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയതിനു ശേഷം ഫസ്റ്റ് കൊടുക്കുന്നതാണ് സ്മാർട്ട് ഐഡന്റിഫൈ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ. ഇത് കൊടുക്കണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഐ സി ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതിൻ്റെ പാർട്ട് നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് റീഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അതിനകത്ത് അപ്പോഴുള്ള ഡാറ്റ റീഡ് ചെയ്തെടുക്കാനാണ് നമ്മൾ റീഡ് ചെയ്യണത്. ആ റീഡ് ഓപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സേവ് ഉള്ള ഓപ്ഷനാണ് വരിക. അത് നമ്മൾ സേവ് ചെയ്ത് വെക്കും. ഫയൽ എപ്പോഴും സേവ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ ആസ്പിൻ സേവ് എന്ന് ഇവിടെ കാണിക്കും. അതിനുശേഷം നമ്മൾ ഓപ്പൺ കൊടുക്കും. ഓപ്പൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ഫയൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ഓപ്പണിൽ വരിക. അതിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം റൈറ്റ് കൊടുക്കുക നമ്മൾ ചെയ്യാം. നമ്മൾ റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പഴയ ഫയൽ ഓൾറെഡി അവർ ഇറേസ് ആവുന്നുണ്ട്. ഇറേസ് ആയതിനു ശേഷം റൈറ്റ് ആവുകയാണ് ചെയ്യാം. നമ്മുടെ പുതിയ ഫയൽ റൈറ്റ് ആയി കഴിഞ്ഞാൽ താഴെയായിട്ട് ഓക്കെ എന്ന് കാണിക്കും. ഇത്രയുള്ള നമ്മുടെ ബയോസ് റീപ്രോഗ്രാം ചെയ്യാൻ.